വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തിൽ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തിൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 11-ാമത് വാക്യത്തിൽ ഓർപ്പിക്കുന്നത്, മോഹപരവശയും തന്നിഷ്ടക്കാരത്തിയും കാൽ അടക്കി വയ്ക്കാത്തവളുമായ ആളുകളെക്കുറിച്ച് ഈ വാക്യം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന് പ്രിയമുള്ളവരും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരുമായ ആളുകൾ എങ്ങനെ ആവരുത്, എങ്ങനെ ആവണം എന്ന് കൃത്യമായി വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, മോഹപരവശരായി നാം പോകരുകയോ തന്നിഷ്ടക്കാരും കാലടക്കി വയ്ക്കാതെ തിന്മയ്ക്കായി ഓടുകയും ചെയ്യുന്ന വ്യക്തികളായി നാം തീരുവാൻ പാടുള്ളതല്ല. അത് ജീവിതത്തിൻ്റെ വലിയ പതനങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുമെന്ന് നമ്മെ കൃത്യമായ തലത്തിൽ ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. തീത്തോസിനെഴുതിയ ലേഖനത്തിനകത്ത് ഓർമ്മപ്പെടുത്തുന്നൊരു വാക്കുണ്ട്. അത് ഇപ്രകാരമാണ്: അധ്യക്ഷന്മാരും ഗ്രഹവിചാരകന്മാരുമായിട്ടുള്ളവർ അനന്യരായിരിക്കണമെന്നും തന്നിഷ്ടക്കാരും കോപിയും മദ്യപാനും തല്ലുകാരനും ദുർലോഭമോഹിയും ആകുവാൻ പാടില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ, തന്നിഷ്ടക്കാരായ ആളുകളെ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരായോ ഗ്രഹവിചാരകന്മാരായോ അധ്യക്ഷന്മാരായോ നിയമിക്കുവാൻ പാടുള്ളതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ തന്നെയാണ്. പത്രോസിനെഴുതിയ 2-ാം ലേഖനം നാം വായിക്കുമ്പോഴും ഓർമ്മപ്പെടുത്തി പറയുന്നത്, ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ ആ ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല. സത്യമായതിനെ, നീതിയായതിനെ, നിർമ്മലമായതിനെ, പരമാർത്ഥമായതിനെ ദുഷിക്കാതെ കണ്ട് അതിനെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ട പ്രിയപ്പെട്ടവർ തന്നിഷ്ടക്കാരായി തീർന്നപ്പോൾ സത്യത്തെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് അവരുടേതാകുന്ന ഇച്ഛയ്ക്കും ഇഷ്ടത്തിനുമനുസരിച്ച് അവർ മുൻപോട്ട് പോകുന്നവരായി തീർന്നിരിക്കുന്നു എന്ന് പത്രോസ് അപ്പോസ്തലനും ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ കൃത്യമായിട്ട് ഓർപ്പിച്ച് പറയുകയാണ്, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഓരോ വ്യക്തികളും തന്നിഷ്ടത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും ദൈവത്തിൻ്റെ പദ്ധതികൾക്കും അനുസരിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണെന്നും ആ തലത്തിൽ ജീവിക്കുവാൻ മനസ്സില്ലാത്തവരായി അവർ മോഹപരവശരും തന്നിഷ്ടക്കാരും കാൽ അടക്കി വയ്ക്കുവാൻ ഇഷ്ടമില്ലാതെ കിട്ടുന്ന വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവരുമായിത്തീരുന്നുവെങ്കിൽ അത് ദൈവകോപത്തിനും ദൈവത്തിൻ്റെ ശിക്ഷണത്തിനും കാരണമായി തീരുമെന്നും കൃത്യമായി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലകളിൽ നമ്മുടെ കാൽ അടക്കി വെച്ചുകൊണ്ട് നമ്മുടെ തന്നിഷ്ടത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്
ദൈവാനുഗ്രഹത്തിനു വേണ്ടിയുള്ള ആഴമായ പ്രാർത്ഥനയിൽ ഈ കാലഘട്ടങ്ങൾ മുൻപോട്ട് കഴിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളാരും ഞങ്ങളുടെ ഇഷ്ടത്തിനും ഞങ്ങളുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് പോകുന്നവരായിട്ടല്ല, അങ്ങയുടെ ഇഷ്ടങ്ങൾക്കും അങ്ങയുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കേണ്ടതിന് ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.